ഹലോ, എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഒരു നൈറ്റ് റൂട്ടീനാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 6:30 6:15 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ വിളക്കൊക്കെ കാട്ടി, വൈകുന്നേരം വിളക്ക് കാട്ടുന്നതും എല്ലാ കാര്യങ്ങളും അമ്മയാണ് ചെയ്യാറ്. അപ്പോൾ കീത്തും നിഖിലും അയിനുവിനെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയിരിക്കുക. അപ്പോൾ അല്ലൂസ് ഉണ്ട് നമ്മുടെ കൂടെ. കാശിക്കുട്ടനും അല്ലൊക്കെ നല്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ പ്രധാന ഹോബിയാണ് ഈ രണ്ട് വണ്ടിയും കൊണ്ട് ഇങ്ങനെ ഉന്തി നടക്കുക എന്നുള്ളത്. അല്ലൂസ് ഉറക്കത്തിൽ നെനീറ്റ കാരണം ഇച്ചിരി മുഷിപ്പായിരുന്നു. അമ്മയുടെ തോളിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായില്ല. ഫുൾ ടൈം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം, അങ്ങനെ ഒരു വാശിയായിരുന്നു. സന്ധ്യ സമയം ആയതുകൊണ്ട് തന്നെ നിറച്ച് കൊതുവാണ്. കൊതു കുത്തിയ പാടെ അച്ചാച്ചൻ്റെ അടുത്തേക്ക് ആൾ ഓടിയെത്തിയിട്ടാം മാന്തി കൊടുക്കാൻ പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ നിർത്തിയില്ല. കൊതുകുകൾ ഇപ്പോൾ ഭയങ്കര പ്രശ്നക്കാരാണല്ലോ. വേഗം തന്നെ ആശാനെ അകത്തേക്ക് കയറ്റി നമ്മൾ ഒരു 5:30 to 6 ആ ടൈമിലാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കാറുള്ളത്, വൈകുന്നേരത്തെ ഭക്ഷണം കൊടുക്കാറുള്ളത്. പിന്നെ ഒരു 8:30 9 മണിയാകുമ്പോൾ രാത്രിത്തെ ഫുഡ് കൊടുക്കും, അങ്ങനെയാണ്. അപ്പം ഞാൻ മേല് കഴിക്കുന്നേക്കാൾ മുമ്പായിട്ട് ഇവർക്ക് ഓട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 പേരും ഉറങ്ങായിരുന്നു, നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ 6:30 6:15 ആയി 2 പേരും എണീറ്റപ്പോൾ. അപ്പോൾ അവർക്കെല്ലാവർക്കും ഓട്സ് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഓട്സ് കുറുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ ഫ്ലാറ്റ് ഓട്സ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ നമുക്ക് അത് കിട്ടാനുണ്ടായില്ല. ഈ ഫ്ലാറ്റ് ഓട്സ് നമ്മൾ മാളിൽ നിന്നാണ് മേടിക്കാറുള്ളത്. അവിടെ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ നോർമൽ ഓട്സ് മേടിച്ചിട്ടോ. അത് പാലൊഴിച്ച് ഇച്ചിരി മധുരം ഇട്ടിട്ട് കൊടുത്താൽ ഇവർ 3 പേരും കഴിക്കില്ല. ഇവർക്ക് 3 പേർക്ക് ഇഷ്ടമല്ല. അയിനൂന് മാത്രമേ ഒരു പായസത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളൂ, മധുരം ഇഷ്ടമുള്ളൂ. അല്ലൂനും കാശിക്കും കമ്പാരിറ്റീവ്ലി കുറവാണ് അങ്ങനത്തെ ടേസ്റ്റൊക്കെ, ഇഷ്ടപ്പെടൽ ഇത്തിരി കുറവാണ്. അപ്പോൾ എല്ലാവർക്കും അറിയില്ല, നമ്മുടെ പൊടിയരി കഞ്ഞി ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് പോലെ ആയിരിക്കും ഇത് ഉപ്പിട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമ്മൾ സാധാരണ വെള്ളത്തിൽ ഇച്ചിരി ഉപ്പും ഓട്സ് ഇട്ടിട്ട് ഇങ്ങനെ കുറുക്കും. അപ്പോഴത്തേനും കാശിക്കൂട്ടൻ ഇടഞ്ഞൊക്കത്ത് കയറിയിട്ട് താഴത്ത് ഇറങ്ങാനേ കൂട്ടാക്കുണ്ടായില്ല. ഇനി അവരെ മേലൊഴിക്കാൻ കൊണ്ടുപോകണം. അപ്പോൾ മേലൊഴിക്കാൻ നമ്മുടെ ലവ് ലാപ്പിൻ്റെ ബാത്തിങ് ബാറാണ് യൂസ് ചെയ്യുക. അത് ബൈ 2 get 1 ഫ്രീ ഓഫർ ഉണ്ട് കേട്ടോ. ഇതിൽ ഷീ ബട്ടർ, അവക്കാഡോ, ഒലീവ് ഓയിലൊക്കെ ഉണ്ട്. മാത്രമല്ല പാരബൻ ഫ്രീ ആണ്, സോപ്പ് ഫ്രീ ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഇങ്ങനെ സോപ്പ് വെക്കേണ്ട ഒരു ചെറിയൊരു ട്രേ പോലത്തെ സാധനം നമുക്ക് കിട്ടും. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ 3 പിള്ളേരെയും കൂടെ കുളിപ്പിച്ചിട്ട് ഏകദേശം ഒരു 2.5 ആഴ്ച വരെയൊക്കെ നിൽക്കും. 2.5-3 ആഴ്ചയോടെ അടുത്ത് ഒരു സോപ്പ് നിൽക്കും. അപ്പോൾ ഒരു കുട്ടിക്കൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര അഫോർഡബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ലിങ്ക് എന്തായാലും താഴെ കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 2 പേരും എന്തെങ്കിലും നമ്മൾ മേലൊക്കെ കഴിച്ചു. മേലൊക്കെ കഴിച്ചപ്പോൾ തന്നെ അവർക്ക് ഒരു ഉറക്കത്തിൻ്റെ മത്ത് വിട്ട് ഉഷാറായിട്ടാണ്. അപ്പോൾ ഓട്സ് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെക്കുമ്പോഴത്തേനും ഇങ്ങനെ വെള്ളം പിടിച്ചിങ്ങനെ നിൽക്കും. പക്ഷെ അവർക്ക് ഭയങ്കര ഇങ്ങനെ വെള്ളം പോലെ ആവണതും ഇവന്മാർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതേ പാറൂസ് ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് വന്നു. ഡാൻസ് ക്ലാസ്സിൽ നിന്ന് ഇവളുടെ വലിയച്ഛനും വലിയമ്മയാണ് എടുക്കാറുള്ളത്. അപ്പോൾ ചേച്ചിയും ചേട്ടനും ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് പാറൂന് എടുത്ത് കൊടുങ്ങല്ലൂർ എടുത്തിട്ട് വരും. അവിടെ ചെന്ന് കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് ചേച്ചീനൊക്കെ ആയിട്ട് കളിച്ചിട്ടൊക്കെ പതുക്കെ വരത്തുള്ളൂ. എന്നും ആളുടെ ഒരു റൂട്ടീൻ എങ്ങനെയാണ് കേട്ടോ. ചേട്ടനോ ചേച്ചിയോ കൊണ്ടാക്കും. അപ്പോൾ അവിടെ ചെന്നപ്പോഴും എന്താണ് ആൾക്ക് കഴിക്കാൻ പറ്റാണ്ടായപ്പോൾ, അതായത് ആൾക്ക് ബാത്റൂമിൽ പോകണമായിരുന്നു. ബാത്റൂമിൽ പോയപ്പോൾ ഒരു 8-കാരി. അപ്പോൾ ആൾ നേരെ നമ്മളെ വീട്ടിൽ വന്നു. അപ്പോൾ അവൾ അവിടെ കഴിക്കാണ്ടായപ്പോൾ ചേച്ചി അവൾക്ക് കഴിക്കേണ്ട സാധനങ്ങൾ കൊടുത്ത് വിട്ടതാട്ടോ. അവരിതേ 3 പേരിരുന്ന് ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഓട്സ് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാശിക്കുട്ടൻ പിന്നെയും ഇങ്ങനെ കഴിക്കും. ഇപ്പോൾ എന്തോ ഭാഗ്യത്തിനാണ് അല്ലു വായ തുറന്നു കേട്ടോ. അല്ലുവിന് ഭയങ്കര വിശക്കണുണ്ടെങ്കിൽ അല്ലൂസ് കഴിക്കും. കാശി ഓക്കെയാണ്, ഇങ്ങനെ കഴിച്ചോളൂ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചുകൊണ്ടിരുന്നാൽ മതി. അല്ലൂട്ടനെ അയിനൂസിനെ കഴിപ്പിക്കാൻ ഇച്ചിരി പാടാണ്. എനിക്ക് അയിനൂനെ പിന്നെയും കുഴപ്പമില്ല കേട്ടോ. അയിനൂനെ എനിക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സുഖമാണ്. അവനൊന്ന് പിടിച്ചിരുത്തി ഒന്ന് അമർത്തി മുളി കഴിഞ്ഞാൽ അയിനു കഴിച്ചോളൂ. പക്ഷെ അല്ലുവിൻ്റെ അടുത്ത് ഒരു അടവും പറ്റൂല. അവരത് വേണ്ടാതെ വെച്ച പോലെ തന്നെയാണ്. അപ്പോൾ അതേ അവനിഷ്ടമാണ് ഓട്സ്. ഒരു 5-6 വായ എന്തൊക്കെയൊന്ന് കഴിച്ചുട്ടോ. നമ്മളിങ്ങനെ വീട് ഫുൾ ഓടിച്ചിട്ട് അങ്ങനെയാണ്. അറ്റേ ടൈം 2 പേരും കൊടുക്കാൻ പറ്റിയ അത്ര സുഖമില്ല. അപ്പോൾ അത് പാറൂസ് ചേച്ചിയുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന മുട്ട ബജിയോ അങ്ങനെ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നേരമൊക്കെ ആകുമ്പോൾ നമുക്ക് ഡെയിലി മടക്കേണ്ട സാധനങ്ങളൊക്കെ അമ്മ ഉമ്മറത്തിരുന്ന് മടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ക്യാമറ കണ്ടപ്പോൾ ക്യാമറയുടെ ലൈറ്റ് ഇട്ട് ഇങ്ങനെ തോണ്ടി കുറിച്ച് കളിക്കുന്നതാണ് കാണുന്നത്. അല്ലു ഞങ്ങളുടെ നന്നായിട്ട് സെൽഫി എടുക്കും. ഒറ്റയ്ക്ക് ഇങ്ങനെ ഫോട്ടോസ് എടുക്കുക, സെൽഫി എടുക്കുക, അങ്ങനത്തെ ഒരു ഭയങ്കര ഹോബി ഉണ്ട് കേട്ടോ. ഇത് പാറൂസിൻ്റെ സ്കൂളിൽ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോകണതാണ്. അതിലിപ്പോൾ എന്തോ ഉണ്ടാവും, ഒരു ടിഫിൻ എന്തെങ്കിലും ഉണ്ടാവും, കഴിക്കാൻ ഇച്ചിരി വെള്ളം ഉണ്ടാവും. 5 മണി തൊട്ടിട്ട് 6 മണി വരെയാണ് കേട്ടോ പാറുൻ്റെ ഡാൻസ് ക്ലാസ്. പിന്നെ ചേച്ചി കൊണ്ടുവന്ന് ചേച്ചിയോട് ഇരുത്തി ഒരു 7:30 ആകുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് എത്തും. അപ്പോൾ അതേ അല്ലൂസ് കരഞ്ഞു. കാശിക്കുട്ടൻ എന്തോ പിടിച്ച് ഉന്തിയം കണ്ടിട്ടു. അപ്പോൾ അതേ അല്ലു കരഞ്ഞിട്ട് അല്ലുവിനെ സമാധാനിപ്പിച്ച് അച്ഛമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. എന്താ പറയുക, അപ്പോൾ അതേ അല്ലുവിനും കുഞ്ഞു വാശി. അതായത് ഒരു സാധനം ഒരാൾ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 2 പേർക്കും ആവശ്യമായിരിക്കും. അല്ലു അതിന് നിന്ന് കരയും, കാശി നല്ല സാമർത്ഥ്യത്തിൽ തട്ടിപ്പറിച്ച് പിടിക്കും. അങ്ങനെയാണ് ഇവിടെ പൊതുവേ നടക്കാറുള്ളത്. ഇപ്പോൾ അതേ
എന്തോ കാര്യത്തിനാണ് നേരത്തെ തല്ലി പിടിച്ചിട്ട് അങ്ങോട്ട് പോയത്. ഇപ്പം ഉന്തലാണ് ഇപ്പോൾ മെയിൻ നമുക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തുമ്പോൾ നല്ല ഫോഴ്സിൽ ചെന്ന് വീഴും. തല്ലുകൂട്ടുണ്ടല്ലോ, ശരിക്കും തല്ലുകൂട്ടും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ ഒരു സാധനം കണ്ടു. ഈ ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നാലെ നടന്ന് കരയായിരുന്നു. അപ്പോൾ അതേ പാറു വീണ്ടും അതിനെ പൊക്കി. പിന്നെ നമ്മുടെ ചെമ്മരിൻ്റെ ഭംഗിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതാണ് പണി. ചേച്ചിയമ്മ ഓരോന്ന് കാണിച്ചു കൊടുക്കും, പിള്ളേർ അതുപോലെ അനുകരിക്കും. പാർ എന്ത് ചെയ്യുന്നു ആ കാര്യങ്ങളൊക്കെ വിത്തിൻ 2 days ഇവരെന്തായാലും കോപ്പി ചെയ്യും. ഒരാൾ ചെയ്തത് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഒരു 7:30 കഴിഞ്ഞ് ആ സമയമൊക്കെ ആയപ്പോഴും കീത്ത് വന്നു. നമ്മുടെ ഐനൂസിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട റിസൾട്ട് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ റിസൾട്ട് കാണിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോയതാണ് കേട്ടോ. ഐനൂസ് ഇതേ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്ലുവിന് പിള്ളേർ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. അവരുടെ അടുത്തേക്ക് ഓടി വരികയാണ് കേട്ടോ. പക്ഷേ എങ്ങനെയായിട്ടുണ്ടെങ്കിലും എന്താ പറയുക, അവന് അച്ഛമോനാണ്. അവനാകെ പറയുന്നൊരു വാക്കും അച്ഛാ അച്ഛാ. അതാണ് അവൻ കുഞ്ഞിലേ വളരെ ചെറുപ്പത്തിൽ അത് അവൻ അങ്ങനെ വേർഡ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെത്തുന്നേക്കാൾ മുമ്പ് ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരണം, വിശക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി ഞാനിവിടെ എത്തി, എന്തിട്ട് ചെയ്യാനാ, ഇനി എപ്പോൾ പോയി വാങ്ങിക്കാനൊക്കെ പറഞ്ഞു. പക്ഷേ ഓൾറെഡി ഞാൻ പറയണേക്കാൾ മുമ്പ് അവൻ ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പൊറോട്ടയും ചിക്കൻ കറിയും മേടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിശപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതേ പാറൂസിനെ കണ്ടപ്പോൾ പാറൂട്ടനെ വേണമെന്ന് പറഞ്ഞു. പിന്നെ പാറിന് നല്ല ഉറക്കക്ഷീണുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ക്ലാസ്സും ഡാൻസും ട്രാവലിങ്ങും എല്ലാം കൂടെ എന്താ പറയുക, ആകെ കൊളാബറേഷനായിട്ടേ. അപ്പോൾ നിഖിലിന് ജിമ്മിന് പോണേക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവന് ഞാൻ വിളമ്പി കൊടുക്കുകയാണ്. പിന്നെ പാറൂസിൻ്റെ ഒരു സംഭവം അവൾക്ക് ഭയങ്കര ഇഷ്ടമായുണ്ട്. ഇന്ന് പാറുകൊണ്ട് ക്ലാസ്സിൽ ഡാൻസിന് പോകണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. കുറേ ഞങ്ങൾ പറഞ്ഞാണ് ഡാൻസിന് പോകണ്ട, പക്ഷെ ഒറ്റ വാശിയായിരുന്നു, സമ്മതിച്ചില്ല പോവാണ്ട്. അപ്പോൾ അതേ വന്നു, ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടില്ല, അത് അച്ചമ്മയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എനിക്കപ്പോൾ അടുക്കളയിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പിള്ളേരെല്ലാവരും ഭയങ്കര വാശിയാണ്. വാശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു കീത്തുവിൻ്റെ ഒക്കത്തുനിന്ന് ഇറങ്ങണില്ല, അമ്മാതിരി വാശിയായിരുന്നു. അപ്പം പാറുണ്ടല്ലോ ഈ ഷോർട്സും റീൽസും ഒക്കെ കുറേ ഇരുന്ന് കാണുന്ന ആളാണ്. അപ്പോൾ അതിൽ ഓരോ സാധനങ്ങളും ഇങ്ങനെ കാണിക്കും. അയ്യോ എനിക്ക് എന്നെ കണ്ടിട്ടൊരു പേടിയാവുന്നത്. അമ്മ ഇങ്ങനെ കാണിച്ചു നോക്കി ചിരിക്കുക, വേറെ ഷേപ്പ് കിട്ടും, അങ്ങനെയൊക്കെ നൈസാണ്. അപ്പോൾ ദേ അയിനൂന് ഫുഡ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അയിനൂന് ഇപ്പോൾ കുഴപ്പമില്ല. കുറേ പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന്. ആൾക്കിങ്ങനെ കുഴപ്പമില്ല, കൗണ്ടൊക്കെ അവന് ഭയങ്കര കുറവാണ്, എല്ലാതും അവന് കുറവാണ്. അത് നമുക്ക് നോർമൽ ലെവലിലേക്ക് എത്തണം, അതിന് കുറച്ച് സമയം എടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വിട്ട് പനി വരും, അങ്ങനെയാണ് ഒരു ബലക്കുറവൊക്കെ ആൾക്ക്. ബലക്കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളിക്കൊന്നൊരു കുറവില്ല, അവനിങ്ങനെ നടക്കുമ്പോൾ ഒക്കെ ഇച്ചിരി ഒരു ബലക്കുറവ് പോലെയാണ് നടക്കുക. അങ്ങനത്തെ കുറേ ചെറിയ പ്രശ്നങ്ങളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ വേഗം നിഖിൽ ബാക്കി വെച്ചൊരു കഷ്ണം ഉണ്ടായിരുന്നു പൊറോട്ട, അത് വേഗം എടുത്ത് കഴിച്ചു. പിന്നെ നമുക്ക് അടുക്കളയിൽ കുറേ കാര്യങ്ങളുണ്ട്. സാധാരണ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും കീത്തു അടുക്കള ഫുള്ള് ക്ലീൻ ആക്കിയിടും. അതായത് പാത്രങ്ങൾ വാഷ് ബേസിലേക്ക് എടുക്കണ കാണുമ്പോൾ കീത്തുവിന് എന്തോ അലർജിയാണ്. ഈ ചോറൊക്കെ തിളപ്പിച്ചിരുന്ന പരിപാടിയൊക്കെ അവളാണ് ചെയ്യാറോട്ടോ. ഞാൻ വളരെ റെയറായിട്ട് ഞാൻ ആ സമയത്തേക്ക് ചെയ്യാറുള്ളൂ, കാരണം അവൾ ചെയ്യും ഓൾറെഡി അത്. പിന്നെ വാഷ് ബേസിലും എല്ലായിടത്തുള്ള പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യും. ഞാൻ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ലാസ്റ്റ് കഴുകുള്ളൂ, പക്ഷെ അവൾക്ക് പാത്രങ്ങളൊക്കെ വേഗം കഴുകി വയ്ക്കണം, അങ്ങനെയാണ്. അപ്പോൾ ഞാനെല്ലാതും അപ്പുറത്തെ സിങ്കിൽ അടുക്കള ഒതുക്കി വെച്ച് അപ്പുറത്തെ സിങ്കിൽ കൊണ്ടുവയ്ക്കും, ലാസ്റ്റ് ഞാൻ കഴുകും. അങ്ങനെയാണ്. എനിക്ക് പാത്രം കഴുകാൻ ഭയങ്കര മടി എനിക്ക്. അപ്പം തിളപ്പിച്ച് ഊറ്റാൻ നിൽക്കുകയാണ്. കുറച്ച് ചോറുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ചോറ് വെക്കാൻ നിന്നില്ല, കാരണം നമുക്ക് ഫുഡ് ഓൾറെഡി കയ്യിലുണ്ടല്ലോ. അപ്പോൾ അതേ അമ്മ പാറുവിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഐനൂസ് ഇങ്ങനെ ഒക്കത്തുനിന്ന് വിടാണ്ട് ഇങ്ങനെ കിടക്കുക, അള്ളിപ്പിടിച്ചിട്ട് കരച്ചിലും, വെറുതെ കിടന്ന് ഇങ്ങനെ കരയും. അല്ലൂട്ടനും ഫുഡ് കൊടുക്കുന്നുണ്ട്. കാശിക്കുട്ടൻ പ്ലേറ്റ് കൊണ്ട് കൊടുക്കുകയാണ്. അച്ഛമ്മ എനിക്ക് ഫുഡ് തയോ എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റ് കൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനത്തെ 3 പിള്ളേർ 3 സ്വഭാവമാണ്. ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വീഡിയോ എടുക്കുന്ന ദിവസം തന്നെ 3 പേർക്കും നല്ല വാശിയായിരുന്നു. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഭാഗമല്ലാണ്ട് വേറെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ട് കേട്ടോ. കാരണം നമുക്കൊരു ക്യാമറ പോലും എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കുറേ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കൊണ്ട് പറ്റുന്ന സാഹചര്യത്തിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇഷ്ടംപോലെ യുദ്ധം കഴിയുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അതേ ചോറ് തിളപ്പിച്ച് ഊറ്റി. പിന്നെ ഇവർ ഷൂ മേടിച്ചിട്ടുണ്ടായിരുന്നു അയിനൂന്. അത് ജസ്റ്റ് ഒന്ന് എനിക്ക് കാണിച്ചു തരാണ് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരുടെ കാലിച്ചിരി വലുതാണ്. അല്ലൂൻ്റെ അയിനൂൻ്റെ കാൽപാദത്തിന് ഇത്തിരി വീതിൻ്റെ. അപ്പോൾ ഇച്ചിരി പാടാണ് ഷൂ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് കിട്ടി. അതിനു ഭയങ്കര വാശിയായപ്പോൾ അവനെ പൊക്കിക്കൊണ്ടുവന്നൊരു പാത്രം ഇട്ട് കൊടുത്ത് അതിൽ ഞാൻ എന്താ കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പനങ്കൽക്കണ്ട ഉണ്ടല്ലോ അതിട്ട് കൊടുത്തു. അത് കഴിയുന്ന വരെ അവൻ അവിടെ ജസ്റ്റ് ഇങ്ങനെ ഇരുന്നോളും. ഹായ് തരാണ് കേട്ടോ നമുക്ക്. ഹായ് അവിടെ ഇരുന്നോളും. പിന്നെ പാറൂസിന് ഞാൻ പാറുൻ്റെ മുടി കെട്ടി കൊടുക്കുകയാണ്. അവൾ ഫുഡ് കഴിച്ചെടുത്തിട്ട് പിള്ളേരെ ഇരുത്താൻ വേണ്ടി നമ്മൾ പൊരി വെച്ച് കൊടുത്തു പാത്രത്തിൽ. അപ്പോൾ പാറുട്ടനും പൊരി കഴിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ പാറുങ്ങൾ ക്ഷീണിച്ചിരിക്കുന്ന കാണുമ്പോൾ. പക്ഷേ നമുക്കങ്ങനെ ഒരു റിസൾട്ട് വേണം. നമ്മളൊരു സ്ഥലത്ത് നമുക്ക് കളിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ഉണ്ടായേ പറ്റൂ. ഈ ഒരു കുഞ്ഞു കൊച്ചിനെ കൊണ്ട് ചെയ്യിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നു, അവളെ ഒരിക്കലും ഞങ്ങൾ പ്രഷർ കൊടുക്കാറില്ല ഒരു കാര്യത്തിനും. അവൾക്ക് ഇഷ്ടത്തോടെ പോണ കാര്യങ്ങളാണത്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന കാര്യമായതുകൊണ്ട് പിന്തിരിപ്പിക്കാനും തോന്നാറില്ല ഞങ്ങൾക്ക്. അവൾക്ക് ഇഷ്ടമാണത് ഭയങ്കര. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, പഠിക്കാനിരിക്കണോ അമ്മമ്മക്ക് കിടന്ന് ഉറങ്ങണോ? അപ്പോൾ പറഞ്ഞു അമ്മ നമുക്ക് പഠിക്കാനിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ പഠിക്കാൻ ഞാൻ വേഗം കിടത്തി ഉറക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ പാറൂസിന് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ എഴുതിയിട്ട് ഓരോന്നിങ്ങനെ പഠിപ്പിച്ച് കൊടുക്കാണ് കേട്ടോ. പക്ഷേ പിള്ളേർക്ക് നല്ല വാശയുണ്ടല്ലോ. ഞാനിപ്പോൾ കാണിക്കുന്ന ഒരു സമയം മാത്രമേ എനിക്ക് അവളുടെ അടുത്ത് ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒക്കെ അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കും. അതായത് ഞാൻ കുറച്ചൊന്ന് പറഞ്ഞു കൊടുക്കും, പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് തന്നെ പഠിക്കും. പിന്നെ പാറുവിനെ നാക്കിൽ ഇരുത്താനും നമുക്കൊരു നാക്ക് വേണം. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധത്തിന് ശേഷം പാറൂസ് ഇരുന്ന് പാവം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരെ നമ്മുടെ അടുക്കളയ്ക്ക് കയറുകയാണ് കേട്ടോ. 2 പേര് പോയി വരുമ്പോഴത്തേനും ഈ 2 പേർക്ക് മുട്ട പുഴുങ്ങാൻ വെക്കണം. ഞങ്ങൾ സാധാരണ ആ ഒരു പണി മാത്രമേ ചെയ്യാറുള്ളൂ. ബാക്കിയൊക്കെ അവർ വന്നിട്ടാണ് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാറ്. അവരെന്നെ ഞങ്ങളോട് പറയും, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയും. കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ചെയ്യേണ്ട. നമ്മൾ 2 പേർക്കും ഒരു 4 മുട്ട വയ്ക്കും, പിന്നെ അച്ഛനൊക്കെ വയ്ക്കും കേട്ടോ. അപ്പോൾ കാശിക്കുട്ടനെ ഞാൻ കെടുത്താൻ നോക്കുകയാണ്. കാശി TV കണ്ടു കൊടുക്കും, പക്ഷെ ഞാനെടുത്ത് വേണം. അങ്ങനെ കുറേ സമയം പോയി. അതിൻ്റെ ഇടയിൽ അല്ലൂസ് വീണ് അല്ലുവിൻ്റെ തലൊരു സൈഡ് മുഴച്ചിരിക്കുകയാണ് സോഫയുമെന്ന് വീണിട്ട്. അതിനുവാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. അയ്യോ, അല്ലുവിനും കാശിക്കും കണ്ണിട്ടുണ്ടെങ്കിൽ സോഫയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടൽ പതിവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ അല്ലു വീണു. അതിന് വെറുതെ കരയാണ്, ഒരു കാര്യമില്ലാണ്ട് കരയാണ്. കാശിത് എൻ്റെ പിന്നാലെ നടക്കുകയാണ് ഒക്കത്ത് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ സോഫയിൽ കെടുത്തു. എനിക്കാണെങ്കിൽ വിഷമിച്ചില്ല, വീഡിയോ എടുക്കേണ്ടത് വന്നിട്ട് കൊച്ചിന്. സാധാരണ കാശിക്ക് TV വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിടുന്നോളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. പിന്നെ 2 ആണുങ്ങളും ഇല്ല. അയ്യോ, നമുക്ക് അൺസഹിക്കബിളായിട്ട് തോന്നുന്ന ചില സന്ദർഭങ്ങൾ നമുക്ക് വരും. നമുക്ക് വിഷമവും ദേഷ്യമൊക്കെ വരും ചില സമയത്ത്. അപ്പോൾ പാറു പഠിക്കുന്നിടത്ത് ചെന്നിരിക്കുകയാണ് കേട്ടോ. അത് ഇവൻ മാത്രം ചെയ്യുള്ളൂ ഇങ്ങനത്തെ കുറേ തോന്നിയാസങ്ങൾ. അതിൻ്റെ മോളെ മേത്ത് കയറി പെൻസിലൊക്കെ ഒന്ന് തട്ടിപ്പറിച്ച് മേടിക്കും, കുറേ അടിക്കും കടിക്കും ഒക്കെ ചെയ്യും ഒരു 3 പേരും. പക്ഷെ ഒന്നും ചെയ്യില്ല കേട്ടോ. അത് അപ്പം എനിക്ക് ഭയങ്കര സങ്കടം. അവൾ കുറേ അഡ്ജസ്റ്റ് ചെയ്യും. അവര് പോയിരിക്കുകയാണ്, അവര് പുഷ്ടിപ്പെടുത്താൻ പോയിരിക്കുകയാണ്, പുഷ്ടിപ്പിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പം ചില ദിവസങ്ങളില് ഇങ്ങനെയാണ്. വയ്യാത്തോണ്ടാണ് കുറച്ചുകൂടി കൂടുതൽ വാശി. പ്രത്യേകിച്ചും വാശിക്കാരുണ്ടാ. ഇപ്പൊ ഇന്നലെ ഒക്കെ ആയിരുന്നു കേട്ടാ. പക്ഷെ മിഞ്ഞാന്ന് രക്ഷയില്ല. ഭയങ്കര വാശിയായിരുന്നു. ഇപ്പൊ അല്ലു സോഫയെന്ന് വീണ അത് കരച്ചില്. കാശിക്ക് വേറെ വാശി. ഇവനാണെങ്കിൽ തോളീന്ന് പോണില്ല. എങ്ങനെ ഇറക്കിയാലും തോളി തന്നെ തോളി കയറാൻ വേണ്ടി. ഇപ്പത്തെ പാറക്കുട്ടി കളിക്കണ്ടല്ലോ പഠിപ്പിക്കാൻ എത്തിട്ട് പാറുനാണെങ്കിൽ ഉറക്കം വന്നിട്ടും പള്ളത് 9:20. പക്ഷെ നീ കാലച്ചേക്ക് അതിന്റെ അടുത്തിരുന്ന് അവിടെ അവിടേക്ക് പോവാ നോക്കുന്നു. എന്തിട്ടാ വേണ്ടത്? ക്യാമറയോട് ഹായ് പറഞ്ഞ ഹായ് ഫ്ലൈങ് കിസ് കൊടുക്ക നമുക്ക് കൊണ്ടുപോവാം. എന്ത് ഞാൻ ചെയ്യും? പാറു സത്യം പറഞ്ഞ ഓക്കെ. അപ്പം എന്ന് പറഞ്ഞ ഇഞ്ഞോ എന്നെ കൂടെ പറ്റും. അതിന് നമ്മ കൊണ്ടോണെങ്കിൽ അപ്പം പറയണം. അതല്ല അപ്പം പറയും. ഓക്കെ പപ്പ പറയും. പപ്പ അപ്പൊ ഫിഷ് പറഞ്ഞാൽ കൊണ്ടോ. ഫിഷ് പറയും. കേൾക്കുന്നുണ്ടല്ലോ. പാറുവിനെ ശരിക്കും
വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ എടുത്തിരുത്തി പഠിപ്പിക്കേണ്ട ഒരു സമയമാണ്. പക്ഷെ അതിന് പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പൊ കണ്ടില്ല, കാശ് അവളെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവളെ കൊണ്ട് ഒന്നും ചെയ്തില്ല. പെൻസിൽ തട്ടിപ്പറിക്കും, അതിന്റെ ബാക്കിലേക്കും പ്രാക്ക് തോന്നും എനിക്ക്. ചേട്ടന്മാരുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല കേട്ടാ. ചേട്ടന്മാരുണ്ടെങ്കിൽ വാറടിച്ച് അതിൻ്റെ ഉള്ളിൽ ഞാൻ ഞാനായിട്ടിരിക്കും. പക്ഷെ ഇപ്പൊ ചേട്ടന്മാരില്ലാത്തതുകൊണ്ടേ വാശുള്ള ദിവസങ്ങൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അവർക്ക് വേണ്ടിട്ട് അവര് വരുമ്പോഴത്തേനും കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കണമെന്നുണ്ട്, പക്ഷെ പറ്റണ്ടേ. ഞങ്ങൾ 9:30 വയസ്സ് സമയം 7 മണി തൊട്ട് നിൽക്കണത് അത് ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷെ പറ്റുന്നില്ല, എന്ത് ചെയ്യാൻ. അപ്പൊ ആദ്യം ഞാൻ നിഖിലിനുള്ള സാധനം കാണിച്ചു തരാം. ഇത് അവര് വന്നിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. ഇപ്പൊ അവര് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ ഒരു യുദ്ധത്തിനുള്ള സെറ്റ് ആക്കേണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ അവർക്ക് ചെയ്ത് വെക്കാൻ വെച്ചത്. സാധാരണ ഏട്ടൻ ജിമ്മിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടനുള്ളത് ചെയ്യും, ഏട്ടന് കഴിക്കാനുള്ളത് ഏട്ടൻ സെറ്റ് ചെയ്യും, ഞങ്ങൾ മുട്ട പുഴുകാൻ വെക്കും. പിന്നെ ഏട്ടൻ എന്തൊക്കെയാണ് ആവശ്യം അത് അവർ ചെയ്യും. നിഖില് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിഖിലിന് എന്തൊക്കെയാണ് ആവശ്യം അത് അവർ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ചിലപ്പോൾ ഇന്ന് അതിനോട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലെന്ന് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഈ ലീഫിന്റെ പേര് ഞാൻ മറന്നുപോയി. ഈ ലീഫിന്റെ പേര് എന്തായിരുന്നു? ഇത് ക്യാബേജ് പോലെയാണ് കേട്ടോ. നമ്മള് സാൻഡ്വിച്ചിലും ബർഗറിലൊക്കെ വെക്കുന്ന അപ്പുറത്തെ യുദ്ധം നിങ്ങൾ കേൾക്കുന്നില്ലേ ഗൈസ്? സാൻഡ്വിച്ചിലും ബർഗറിലൊക്കെ വെക്കുന്ന മറ്റേ ക്യാബേജ്, അങ്ങനെ പുറത്തുള്ള ക്യാബേജ് ആണിത്. ഇതാണ്. ഇതിപ്പോ ചില ദിവസങ്ങളിൽ അമ്മയും കഴിക്കും. ഇത് ഏട്ടനാണ് ആദ്യം കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെയാണ് അത് നിഖിലാക്കിയത്. അപ്പൊ ആദ്യം നിഖിലിനുള്ള സെറ്റാക്കി കാണിച്ചു കേട്ടോ. ഓ കഥം ഫിനിഷായ ബുക്ക് എടുത്ത് വെച്ചോ ബാഗിക്ക്. ഇത് അമ്മ സൈഡിൽ വെച്ചിട്ടുണ്ട്. പെൻസില് ബുക്കിന്റെ ഇടയിൽ വെക്കിട്ടാ. ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിൻ്റെ പേര് ക്യാബേജ്. എന്ത് ക്യാബേജാണ്? എന്തോ ഒരു ക്യാബേജ്. ആ ഒരു ക്യാബേജ് നമ്മൾ നന്നായിട്ട് കുനുകുന അരിയുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു സാലഡ് എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇത് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് ഫാറ്റൊക്കെ കുറയാൻ വേണ്ടിയിട്ട് അങ്ങാണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം നിഖിലിന് ഇതിൽ നമ്മൾ വണ്ണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് സവാള, പിന്നെ ഈ ഒരു ലെച്ചൂസോ എന്തോ പറയുന്നത്, പിന്നെ നമ്മൾ കുക്കമ്പർ ഒരു 2-3-4 പീസ് കുക്കമ്പറൊക്കെ ഇട്ടതിന് ശേഷം നമ്മളൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ബൗളിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഒരു ഹാഫ് നാരങ്ങ. ഈ പച്ചക്കപ്പലിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ പച്ചക്കപ്പലിൻ്റെ ഇടണ്ട, വണ്ണം നമുക്ക് കൂടത്തേ ഉള്ളൂ. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ പച്ചക്കപ്പലിൻ്റെ മാറ്റിയിട്ട് വേറെ എന്തിട്ടാ കേട്ടോ. ഒരു പകുതി നാരങ്ങയും പിഴിഞ്ഞൊഴിക്കുക, ഇച്ചിരി ഉപ്പിടുക, പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് കുലുക്കിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിൽ കപ്പലണ്ടി കടിക്കാനാണ് കുറച്ചും കൂടി ടേസ്റ്റ്. പക്ഷേ കപ്പലണ്ടി പെട്ടെന്ന് നമുക്ക് എന്താ പറയുക വണ്ണം വെക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇനി അവനുള്ളത് സെറ്റാക്കി വെച്ചു. ഇനി ഏട്ടൻ്റെ പ്ലേറ്റ് നിതീഷ് ഏട്ടൻ്റെ പ്ലേറ്റ് നമുക്ക് ആലങ്കാരികമാക്കാം. 3 മുട്ട, പിന്നെ കുക്കമ്പർ, പിന്നെ നട്ട്സ്, അതായത് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇടും, പിന്നെ ബദാം കുതിർത്തി വയ്ക്കാൻ മറന്നു പോയിട്ടോ. അല്ലെങ്കിൽ ബദാം കുതിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇടാം. ബദാം, പിന്നെ നമ്മുടെ ഇതെന്തിൻ്റെ സീഡാണ്? സൺഫ്ലവർ സീഡ്. പിന്നെ ഏതാണോ എന്തെങ്കിലും ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അത്. ഇപ്പോൾ മാങ്ങയോ പേരയ്ക്കോ, ഇപ്പോൾ പേരയ്ക്കാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ പേരയ്ക്ക. പിന്നെ ഒരു നേന്ത്രപ്പഴം. ഇതാണ് ചേട്ടൻ കഴിക്കാറുള്ളത്. ഇതല്ലാണ്ട് വേറൊരു സ്പെഷ്യൽ സാധനം കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചത്. അത് കുറച്ച് സമയം എടുക്കുന്ന സാധനമാണ്. അപ്പോൾ ഇവർക്ക് 2 പേർക്കുള്ളതായി. ഇനി നിഖിലിൻ്റെ പ്ലേറ്റിക്കുള്ളത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അതിനു മുമ്പ് ഇത് നമ്മുടെ ചെറുപയർ കിഴി കെട്ടി വെച്ചിരിക്കണം. തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മളതൊരു തുണിയിലേക്ക് കിഴി കെട്ടി വയ്ക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇങ്ങനെ മുള പൊട്ടി നിൽക്കുന്നുണ്ടാവും കേട്ടോ. ചെറുപയർ നല്ല റിച്ച് പ്രോട്ടീൻ ആയിട്ടുള്ള സംഭവമാണ്. നമുക്ക് വേറെ ഒന്നും വേണ്ട, ഈ ഒരു സാധനം തന്നെ കഴിച്ചാൽ മതി. അതായത് നല്ലതാണ്. എനിക്കിഷ്ടമല്ല, അത് വേറെ കാര്യം. പക്ഷെ കീത്തൊക്കെ കഴിക്കുന്ന സാധനമായിട്ടത്. പ്രത്യേകിച്ച് അതിനും വീട്ടിലുണ്ടായാലും അതിനോടൊക്കെ വാശി ഉച്ചക്ക് ചോറുണ്ടവൻ. പിന്നെ ഒരു ഉച്ചക്ക് ചോറുണ്ടെന്നും പറയാനായിട്ടില്ല, 2-3 പിടി കഴിച്ചതാ. പിന്നെ ഉച്ചയായിട്ട് കഴിച്ചിട്ടില്ല. ഇപ്പത്തെ സമയം 9:45 അപ്പൊ അതിന്റെയും കൂടി എന്തേലും ഹൊറിബിൾ ആൻഡ് ടെറിബിൾ ആണ്. ചോറ് കൊടുക്കാൻ പോണല്ലേ? ചോറ് കൊടുക്കട്ടെ. ചോറ് കൊടുക്കുമ്പോ ഇനി അടുത്തത് യുദ്ധം. ഇതെങ്ങനെ സെറ്റാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് നമ്മുടെ സവാളയും പച്ചമുളകും ഇങ്ങനെ അല്ല കേട്ടോ, ചേട്ടനാണ് ഉണ്ടാക്കാറുള്ളത്, ഞാൻ ഉണ്ടാക്കാറേ ഇല്ല. ചേട്ടൻ ഭയങ്കര കുനുകുനാന്നായിരിക്കും പച്ചമുളകൊക്കെ. അതിലേക്ക് ഇച്ചിരിക്കോളം ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റിക്കൊണ്ട് വരാം കേട്ടോ. എന്നിട്ട് കുരുമുളക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുരുമുളകും ഇട്ട് കൊടുക്കുക. എന്താ പറയുക, ഇത് ശരിക്കും ആവിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെവ്വണം. അതായത് ചെറുപയർ, ഈ മുള വന്ന ചെറുപയറിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ.
ഈ ചെറുപയർ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഈ ചെറുപയറിൻ്റെ പച്ചക്കുത്തൊന്ന് കിടണം. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഇത് കഴിച്ചിട്ടുണ്ട്. മുളച്ച സാധനം അങ്ങനത്തെ കഴിച്ചിട്ടുണ്ട്. അത് ഇഷ്ടമില്ലെങ്കിൽ പോലും നമ്മുടെ കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇതിലേക്ക് നമ്മൾ 2 മുട്ട ഒന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. അത് ഇത്തിരി ചെറുപയർ കൂടുതലുണ്ട്. 3 പേര് കഴിക്കും. കീത്തു കഴിക്കും, ഏട്ടൻ കഴിക്കും, നിഖിൽ കഴിക്കും. ഇവർ 3 പേരും കഴിക്കുന്ന ഒരു സാധനമാണ് രാത്രി കേട്ടോ. അപ്പോൾ അവർക്ക് 3 പേർക്കും വേണം. വയറ് നിറച്ച് കഴിക്കേണ്ട ഒരു സാധനമല്ല, ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കുക. ഇത്രയും സാധനങ്ങൾ കഴിക്കുന്നതിൻ്റെ സൈഡിൽ കഴിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ചോറ് കഴിക്കുന്നേക്കാളൊക്കെ എത്രയോ ഭേദമാണ്. നമ്മുടെ വയറും നിറയും, നമ്മുടെ ഹെൽത്തിനൊക്കെ ഭയങ്കര നല്ലതാണ്. എന്നുവെച്ചാൽ എല്ലാ വിധത്തിലും നമുക്ക് സൂപ്പറായിരിക്കും. അപ്പം നിഖിലിന് ഞാൻ 3 മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുക്കുംബർ, നേരത്തെ ഉണ്ടാക്കിയ സാലഡ് ഉണ്ടല്ലോ, ആ സാലഡ്, പിന്നെ ഈ ഒരു ചെറുപയറിൻ്റെ ഈ ഒരു സാധനം, ഇതും കൂടെ വെച്ച് കൊടുത്തു. അവനും 2-3 കഷ്ണം പേരക്കയും കൂടെ കാണിച്ചു കൊടുത്തു. പിന്നെ നിഖിലും കീത്തും ഷെയ്ക്ക് കുടിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷെയ്ക്ക് നല്ല കട്ടയായിട്ടുള്ള ഐസ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഇങ്ങനെ ആക്കുക. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഷേക്ക് ഒന്നും രസം ഉണ്ടാവില്ല. നിഖിൽ അടിപൊളിയായിട്ട് ഷേക്ക് ഉണ്ടാക്കും, മാങ്ങ ഷേക്കൊക്കെ ഉണ്ടാക്കും. അപ്പോൾ കീത്തു ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പാറുക്ക് എടുക്കാൻ നിൽക്കുന്നുണ്ട്. കീത്തു അല്ലുവിനും കൊടുക്കുന്നുണ്ട്, അറ്റ് എ ടൈം കാശിക്കും ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുക്കളയിൽ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു. അവൾ എല്ലാവരെയും പിള്ളേരൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ കീത്തിൻ്റെ കയ്യിൽ നിന്ന് പിള്ളേർ ഒഴിഞ്ഞൊരു സമയമില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ പിന്നെ ഞാൻ പേരക്ക എടുത്തു കേട്ടോ. പേരക്ക ഇട്ടു. പിന്നെ നട്ട്സ്, എന്തെങ്കിലും ഒരു ഫ്ലേവർ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് പേരക്കയാണ് ഇട്ടത്. പിന്നെ അണ്ടിപ്പരിപ്പ് ഇട്ടു, ബദാം ഇട്ടു, നമ്മുടെ നേരത്തെ കാണിച്ച സീഡ് ഇട്ടു, പിന്നെന്താ ഈന്തപ്പഴം ഇട്ടു. പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സാണ് ഇരിക്കുന്നത് അതൊക്കെ നിങ്ങൾ ഇട്ടോ. വെയിറ്റ് ഗെയിൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണ് ഈ മക്കളെ ഇതൊരു 2 ആഴ്ച നിങ്ങൾ അടുപ്പിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ണം വെക്കുന്നത് ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതൊന്നും കുടിക്കണ്ട. കാരണം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ, പക്ഷെ ഞാൻ കഴിക്കാറില്ല. എനിക്കിപ്പോൾ വണ്ണം കൂടുന്നു എന്നൊരു കോംപ്ലക്സ് എനിക്കുള്ളതുകൊണ്ട് ഞാൻ കഴിക്കാറില്ല. അപ്പോൾ അതേ നിഖിലുകുട്ടനുള്ള ഷെയ്ക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഐസ് പോലെ പാലിങ്ങനെ അങ്ങനെ തന്നെ ഇടുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും ഇതൊരു ഐസ്ക്രീം പോലെ നമുക്ക് കിട്ടും. നമുക്ക് ഇങ്ങനെ കോരി കഴിക്കാം. അപ്പോൾ പേരക്കയുടെ ഒരു ഫ്ലേവർ ആയിരിക്കും ഇതിന് എടുത്ത് നിൽക്കുക. പിന്നെ നട്ട്സ്, ചെറുതായിട്ടൊന്ന് നട്ട്സൊക്കെ കടിക്കാനുണ്ടാവും, നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് നിഖിൽ കണ്ടപ്പോൾ തന്നെ എന്നതുപോലെ ചെയ്തു ചേച്ചി. ഇത് സൂപ്പറായിട്ട് അടിപൊളിയാണ്. അപ്പോൾ അതേ കഴിക്കണത് പിള്ളേർക്കും നല്ലതാണ്. ഈ ഒരു ചെറുപയറിൻ്റെത് പിള്ളേർക്കും നല്ലതാണ്. കഴിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കുന്ന മക്കൾക്ക് അവർക്ക് അതിലും ഉണ്ടാക്കി കൊടുക്കുക. പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കും അടിപൊളിയായിരിക്കും. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ചോദിക്കുകയാണ്, ചേച്ചി ഇത് ഐസ്ക്രീം ആണോ എന്ന് ചോദിക്കുകയാണ്. അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ഇഷ്ടമായിട്ട് പേരക്കയുടെയൊക്കെ ഇഷ്ടമാണ് അവർക്ക്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോഴത്തേനും നമ്മുടെ ചേട്ടനെത്തി. ഈ ഒരു ഈ ഒരു ഷേക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേക്ക് മാങ്ങ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വേറെ എന്ത് ഫ്രൂട്ടായാലും കുഴപ്പമില്ല. അപ്പോൾ ഏട്ടൻ്റെ കുറച്ച് സാധനങ്ങൾ പോയി വന്നപ്പോൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ചൈനീസ് കാബേജ്. ഇത് ചൈനീസ് കാബേജ്. ഇത് ഐസ്ബർഗ് ലെച്ചൂസ്. ഐസ്ബർഗ് ലെച്ചൂസ്. ഇത് ലെച്ചൂസ്, നോർമൽ ലെച്ചൂസ്. ഇത് നാളെ തൊട്ട് വെട്ടി കണ്ടിച്ച് അനിയന് ഈ പറഞ്ഞ നേരത്തെ ഉണ്ടാക്കിയ സാധനം ഉണ്ടാക്കാനാട്ടാ. പിന്നെ ഇതെന്താണ്, ബദാം, ഈന്തപ്പഴം, എന്റെ ചിയ സീഡ്. ഈ ഫുഡ് മെയിനായിട്ടും ഏട്ടനാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത്. ഏട്ടൻ വെയിറ്റ് കുറയ്ക്കാനല്ല, പക്ഷേ ഏട്ടൻ എന്തൊക്കെയോ മസിൽസോ എന്തിനൊക്കെയോ വേണ്ടിയിട്ടാണ് ഏട്ടൻ ഈ ഒരു ഫുഡ് കൊടുക്കുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇത് ചേട്ടനും കീത്തോണ് കഴിക്കാറുള്ളത്. നിഖിലിന് അത്രയ്ക്കും ഇഷ്ടമല്ല ഇത്, അവൻ ഇച്ചിരി കഴിക്കത്തുള്ളൂ, അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇത് കഴിക്കാനിരിക്കാനായിട്ട് ഒരുപാട് നേരം എടുക്കും, അത് വേറെ കാര്യം. കീത്തും നിഖിലും വണ്ണം വെക്കാന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്ത് നടക്കുകയാണ്. പക്ഷെ ഞാൻ കീത്തുവിനുള്ള ഷേക്ക് അടിച്ചില്ല ഗൈസ്, ഞാൻ മറന്നുപോയി കീത്തുവിന് ഷേക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ കീത്തുവിന് ഭയങ്കര ഇഷ്ടമായിട്ടോ, അവൾക്കും ഇഷ്ടമായി ഷേക്ക്. ചേട്ടൻ എങ്ങനെ കഴിക്കുകയെന്ന് വെച്ചാൽ ചേട്ടൻ അങ്ങനെ ഓരോരോ രീതിയിലാണ് കഴിക്കുക. കുറേ നേരം എടുക്കും ഏട്ടൻ ഭക്ഷണം ഇത് കഴിച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേനും കുറേ നേരം എടുക്കും. അപ്പോൾ നിങ്ങൾ പറയും പിന്നെ നേരം എടുക്കാണ്ട് എങ്ങനെ കുറേ സാധനങ്ങളില്ലെന്ന് പറയും. നമ്മളൊരു പ്ലേറ്റ് ചോറിൻ്റെ അത്രയുള്ള ചോറ് എടുക്കുമ്പോൾ അത്രയുള്ള സാധനങ്ങൾ കൂടെ അത്ര ഉള്ളൂ. നട്ട്സൊക്കെ കഴിക്കുമ്പോഴൊക്കെ ആയില്ലേ. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. 2 പേർക്കും 2 തരത്തിലുള്ള ഫുഡാണ് വേണ്ടത്. കാരണം 2 പേരുടെ പർപ്പസ് രണ്ടാണ് കേട്ടോ. അപ്പോൾ അടുക്കളയിലത്തെ ഈ ഒരു വലിയ യുദ്ധം കഴിഞ്ഞതിന് ശേഷം
സാധനങ്ങളൊക്കെ ദേ നമ്മൾ ഫ്രിഡ്ജിക്ക് കയറ്റണം. അതായത് നമ്മുടെ ലെച്ചൂസ്, പിന്നെ എന്തിട്ട് എന്ത് ക്യാബേജ്, അറേബ്യൻ ക്യാബേജ്, ആ സാധനം, ബർഗർ ക്യാബേജ്, അതൊക്കെ മാറ്റിയിട്ട് പിന്നെ നമ്മൾ അടുക്കള ഒതുക്കി വയ്ക്കുകയാണ്. അടുക്കള ഒതുക്കി വെക്കേണ്ടത് നമ്മളിത് ചെയ്യുമ്പോഴൊക്കെ അപ്പുറത്ത് പിള്ളേർ നല്ല കരച്ചിലാണ് കേട്ടോ. അയ്യോ കാശിയിലൊക്കെ ഞാൻ ചില സമയത്ത് ഡോർ അടച്ചിടാൻ എനിക്ക് പേടിയാണ്. ഞാനാണെങ്കിൽ ലോക പേടിത്തൂറിയാണ്. എനിക്ക് ഡോറൊക്കെ അടച്ചിടുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡോർ അടച്ചിട്ടില്ല. കാശി അങ്ങനെ എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. പാറൂസിന് എന്നും നമ്മൾ ഷേക്ക് കൊടുക്കാറുള്ള ആ ഷേക്ക് ഉണ്ടല്ലോ, അതും വളരെ നല്ലതാണ് കേട്ടോ. അതിൽ പക്ഷേ അവൾക്ക് ഇങ്ങനെ ഫ്ലേവറുകൾ, സ്മെല്ലൊന്നും അവൾക്ക് വല്ലാണ്ട് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് പാറൂസിന് ചെയ്യാത്തത്. ഇപ്പോൾ തന്നെ സമയം ഏകദേശം 10 മണിയോട് അടുക്കാറായിട്ടുണ്ട്. നമ്മൾ ആരും ഫുഡ് കഴിച്ചിട്ടില്ല. ഇനി ചേട്ടന്മാർ രണ്ടുപേരും ഇനി ഒന്നും കഴിക്കില്ല. ഇത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്നും കഴിക്കില്ല. അമ്മയും ഞാനും കീത്തും അച്ഛന് ഇതിൻ്റെ ഇടയിൽ ഫുഡ് കൊടുത്തായിരുന്നു കേട്ടോ. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ മേശമ്മൽ കൊണ്ട് വെക്കും ഫുഡ്, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ 3 ആണുങ്ങളായാലും അവർക്ക് ഒറ്റയ്ക്ക് വന്ന് അവരെടുത്ത് ഫുഡ് കഴിക്കും. വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് മേശമ്മൽ സാധനങ്ങൾ കൊണ്ട് വെക്കണം അങ്ങനെയൊന്നും അവർക്കില്ല. അവർക്കറിയാം നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നിൽക്കുന്ന 3 ആണുങ്ങളാണ് നമ്മുടെ വീട്ടിലുള്ളത് കേട്ടോ. നമ്മൾക്ക് അങ്ങനെയാണ്. അപ്പോൾ കുറേ പാത്രം കഴുകാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ സാമ്പാർ ഉണ്ടായിരുന്നു. ആ സാമ്പാർ നമ്മൾ പകർത്തി വെച്ച് പാത്രങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് കാലിയാക്കിയിട്ട് അടുക്കള കാലിയാക്കണം. ചില വീടുകളിൽ പാത്രങ്ങൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസമായിരിക്കും കഴുകുക. പക്ഷേ എൻ്റെ വീട്ടിലത് ഇവിടെ എല്ലാതും അടുക്കള ഫുള്ള് ക്ലീൻ ആക്കിയിട്ടേ കഴുകുള്ളൂ. അപ്പോൾ എനിക്ക് പേടിയായിട്ട് അമ്മ ഡോർ അടച്ച് തരുന്നതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണന്മാരൊക്കെ പറയും നമ്മുടെ അടുക്കളയും വീടെപ്പോഴും വൃത്തിയായിട്ട് കിടക്കണം. രാത്രി കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് രാത്രി എന്തെങ്കിലുമൊക്കെ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ 4 ആൾ വീട്ടിലേക്ക് വരുമ്പോൾ അത് നാണക്കേടാണ്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അത് നമ്മളെ ശീലിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാ പാത്രവും കഴുകും. ഈ ഒരു ഏരിയയിൽ ഞാനാണ് ക്ലീൻ ആക്കാറുള്ളത്. മിക്കപ്പോഴും ഞാനായിരിക്കും ഇവിടെ ക്ലീൻ ആക്കാറുള്ളത് കേട്ടോ. നമ്മുടെ ഈ മെയിൻ അടുക്കള ഫുള്ള് ക്ലീൻ ആക്കി എടുക്കും. പക്ഷേ കീത്തിനുള്ള പണിയാണ് ഇരിക്കുന്നത്. കുറേ പാത്രങ്ങൾ ഈ ഒരു സിങ്കിലുണ്ടായിരിക്കും. അതൊക്കെ കീത്തോണ് ചെയ്യാറുള്ളത് കേട്ടോ. ഞാൻ വളരെ കുറവാണ് അങ്ങോട്ട് കിടക്കാറുള്ളത്. ഇപ്പം സമയം 10:45 ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കാൻ പോവാണ്. വിശന്നാണ് കേട്ടോ എനിക്ക്. വിശന്ന അപ്പത്തിന് വിശപ്പൊക്കെ കെട്ട്, അത് വേറെ കാര്യം. അപ്പോൾ അതിനായിട്ട് ബട്ടർ ചിക്കൻ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പൊറോട്ടയും ബട്ടർ ചിക്കനാണ് കഴിച്ചതിന് ശേഷം ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ടു നാളേക്ക് വേണ്ടിയിട്ട്. അത് വെള്ളത്തിലിട്ടു. കീത്തുതേ എന്തൊക്കെയോ പറഞ്ഞു അതിൻ്റെ കഥ പറഞ്ഞിട്ട് പാത്രം കഴുകാട്ടോ. ലെൻസ് വെച്ചിട്ട് മുടിയൊക്കെ ഫ്രീക്കായിട്ട് ലോവസ്റ്റ് പാൻറ് ഇട്ടിട്ട് ഇങ്ങനെ തിന്നു. അപ്പൊ അല്ലും കാശൊക്കെ ഇങ്ങനെ 10 അല്ല മാത്രം കൂളായിട്ട് ഫ്രീക്ക് ലോസ്റ്റ്. ഞങ്ങൾ പാത്രം കഴിയുമ്പോൾ തന്നെ സമയമെടുക്കും. പാത്രങ്ങളുടെ എണ്ണത്തിൻ്റെ കൂടുതലുകൊണ്ടല്ല, ഞങ്ങൾ വർത്താനം പറഞ്ഞിട്ടാണ് ഞങ്ങൾ പാത്രം കഴുകാട്ടോ. കുറേ വർത്താനം പറയും. വർത്താനച്ചക്കികളാണ് ശരിക്കും പറഞ്ഞാൽ. ഞങ്ങൾ പണി വേഗം തീർക്കാൻ നോക്കില്ല, പകരം ഒരുപാട് നിന്ന് വർത്താനം പറയും. സമയം ഇപ്പം എത്ര മണിയായി? 11:15. അപ്പോൾ നമ്മൾ ഐനൂസിനെ അമ്മ കെടുത്തി ഉറക്കാൻ പോവാട്ടോ. അല്ലൂനെ ഏതെങ്കിലും ഒരാൾ അമ്മയാണ് രാത്രി കിടത്തി ഉറക്കാറ്. ചില ദിവസം 2 പേർക്കും വാശിയായിരിക്കും അച്ഛനമ്മയും വേണമെന്നുള്ളത്. ചില ദിവസം സമ്മതിക്കില്ല. അപ്പോൾ അവർ രണ്ടാളും തന്നെ കിടത്തി ഉറക്കേണ്ടി വരും. ഐനൂസിന് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ കിടക്കാനും അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോള് സോഫയിൽ കിടന്ന് ഉറങ്ങിപ്പോയിട്ട് അവൾ പാവം അത് കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ നിഖിൽ ഒരാൾ ഉറക്കുന്നുണ്ട്. അപ്പം ഞാൻ കിട്ടിയ സമയം കൊണ്ട് നമ്മുടെ മേശ ഫുള്ള് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ കാശിക്കുട്ടൻ അന്വേഷിക്കും. കാശിക്കുട്ടൻ ഏട്ടൻ മേലേക്ക് കൊണ്ടുപോയി സാധാരണ ഭക്ഷണം കഴിച്ചിട്ട് അപ്പം തന്നെ പാറുവിനെ കൊണ്ട് മേലേക്ക് കൊണ്ടുപോയിട്ട് ഉറക്കും. ഏട്ടൻ അങ്ങനെ ഉറക്കും. അപ്പം ഇന്ന് പാറു ഉറങ്ങിയോണ്ട് കാശീനെ ഉറക്കാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ മേലേക്ക് പോയി, റൂമിൽ പോയി. നിഖിൽ അല്ലൂസിനെ നടത്തി ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു നടക്കൽ ചിലപ്പോൾ മണിക്കൂറോളം നീളും. അല്ലെങ്കിൽ ചില സമയത്ത് ഓക്കെ ആയിരിക്കും. നമ്മളെ വീട്ടിൽ പാതിരാത്രി ആയാലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റത്തെ വീട് വരെയൊക്കെ കേൾക്കും. അതായത് ഫ്രണ്ടിൽ പാടായതുകൊണ്ട് ഭയങ്കര സൗണ്ടായിരിക്കും. അപ്പോൾ നമ്മളോട് അവിടെ ഉള്ളവർ ചോദിക്കും, ഇന്നലെ രാത്രി ഉണ്ണികൾക്ക് എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കും. കാരണം പിള്ളേരുടെ കരച്ചിലൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നാട്ടുകാർക്കൊക്കെ ശീലമായി. നമ്മുടെ പിള്ളേരുടെ അയൽവക്കക്കാർക്കൊക്കെ എന്താ പറയുക, എപ്പോഴും ഇങ്ങനെ കരച്ചിൽ തന്നെയല്ലേ. 3 പേരുണ്ടല്ലോ, നമ്മൾ 1-2 പേരല്ല,
3 പേരുണ്ട് ഗൈസ്. അപ്പോൾ ഇവരിങ്ങനെ അവിടെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. സമയം 11:30 മണിയായിരിക്കുകയാണ്. പാത്രം കഴുകൽ ഒരു 99% പരിസമാപ്തിയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് വർത്തമാനം പറയാൻ നിൽക്കാൻ പോവാണ്. ചിലപ്പോ 10:30 എടുക്കാറുണ്ട്, ഷട്ടർ അടയ്ക്കാറുണ്ട്. പിന്നെ അനുസരിച്ചാണെങ്കിൽ ഇതുണ്ടല്ലോ കാശെടുത്തിട്ടു ഞങ്ങൾ ആദ്യം ഇവിടെ ഉറക്കിട്ട് പോകും. പക്ഷെ ഇവിടെ ഉറക്കിട്ട് പോയിട്ടുണ്ടെങ്കിലും 12 മണി 12:30 ആവും. അപ്പൊ ഇവിടെ ഇങ്ങനെ കുറെ നേരം ഇരിക്കണം. അപ്പൊ ഇപ്പൊ ഞങ്ങൾ എന്താ വെച്ചാൽ ഇവർ രണ്ടുപേരും കൊണ്ട് മുകളിലേക്ക് പോകും. എന്നിട്ട് ഇങ്ങനെ വിട്ടു കൊടുക്കുന്നു. എന്നിട്ട് ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞു തീർന്ന് ഇവരെ ഉറക്കിയൊക്കെ വരുമ്പോ എന്തായാലും 1-1:30 ആയിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ സമയം 11:30. അതെ, എനിക്ക് ഞാൻ എങ്ങനെയാണെങ്കിലും 12 ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ എങ്ങനെയായാലും ഉറങ്ങുമ്പോൾ 12 മണി കാണാണ്ട് ഉറങ്ങാൻ പറ്റാറില്ല. അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഭയങ്കര പുലർച്ചെ പോയില്ലേ? അത് ഓട്ടോമാറ്റിക് അങ്ങനെ ആയിപ്പോയി. അതിലെ ആദ്യം 12 മണി എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമായിരുന്നു. അതായത് ഒരു ശിവന്റെ ഒരു സംഭവം ഉണ്ടല്ലോടാ, ശിവൻ 12 മണി വരെ ഉറങ്ങാതെ ശിവരാത്രി. ശിവരാത്രി എൻ്റെ ചെറുപ്പത്തിലൊക്കെ ശിവരാത്രി ഇരിക്കാൻ 12 മണി വരെ ഇരിക്കും ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് വലിയ സംഭവം 12 മണി വരെ ഇരിക്കരുത്. അത് എന്തോ വലിയ പുലർച്ചെ ബ്രഹ്മമുഹൂർത്തം. ഇപ്പൊ 12 മണി എന്നിട്ടുണ്ടെങ്കിൽ 4 മണി 5 മണി 12 മണി ഞങ്ങളുടെ ഇപ്പോഴത്തെ 12 മണി ഒരു 10 മണിയുടെ ഒരു എഫക്റ്റാ. അത് ഞങ്ങൾക്കൊരു 10 മണിയൊക്കെ ആയിട്ട് സാധാരണ വീട്ടിലൊരു 10:30 ആകുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭൂതിയാണ് ഞങ്ങൾക്ക് ഇവിടെ. എന്റെ കണ്ണ് തമ്മിൽ വ്യത്യാസം കണ്ടു. എന്റെ കണ്ണ് ഷട്ടർ ഇട്ടു, എന്റെ കണ്ണ് എപ്പോഴും തെളിഞ്ഞു. എൻ്റെ കണ്ണ് എപ്പോഴും ഷട്ടർ ഇട്ടിരിക്കുന്നത് കുഞ്ഞില്ലേ, ഷട്ടറിട്ട കാണാൻ പറ്റില്ല. 11:30 ഇവ മേലേക്ക് കയറിയും അങ്ങനെയൊക്കെ ചെയ്ത് എടുക്കുമ്പോഴത്തേനും ഇവരെന്തായാലും ഇവിടുത്തെ ഒരു 12 മണിയൊക്കെ ആവാണ്ട് കയറില്ല. ഞാനിപ്പോൾ അതേ കയറട്ടെ. ഇനി നാളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ ഇരിക്കാനൊക്കെ. പക്ഷേ അല്ല, നാളെ പാറും സ്കൂളിൽ പോകണ്ടേ, വെളുപ്പിന് എണീക്കണ്ടേ നാളേക്കുമ്പോൾ ഒരു ടെൻഷനാണ്, വിഷമം. എനിക്ക് ചിലപ്പോൾ എനിക്ക് എണീക്കാൻ പറ്റില്ല, ചിലപ്പോൾ അലറാൻ പഠിക്കണമെന്ന് അറിയില്ല. പിന്നെ അതാണ് എനിക്കൊരു ടെൻഷൻ വരാം. പിന്നെ പാറ ഉറങ്ങാൻ ലേറ്റ് ആയ പിന്നെ തീർന്ന്. അപ്പോൾ ഗൈസ് ഞങ്ങൾ അടുക്കളയുടെ ഷട്ടർ മോട്ടർ ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ആര് മൂത്രമൊഴിച്ച് ആരും മൂത്രമൊഴിച്ചു. അപ്പൊ ബൈ, നാളെ കാണാം. ഉറങ്ങിയമ്മേ? അതിന് ഉറങ്ങിയാ? ഇതൊന്നും ലോട്ടറി അടിച്ചിട്ടുണ്ട്. അതിനും എല്ലാം ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ ഒക്കെയാണ് അല്ലൂസ് പറഞ്ഞാൽ അല്ലൂസിന്റെ കമ്മന്നൊക്കെ കിടന്ന് ഫോണൊക്കെ കണ്ട് ഇങ്ങനെ ഫോൺ കണ്ട് ഇങ്ങനെ ഇരുന്ന് കട്ടിലൊക്കെ വലിയ കുട്ടികളെ പോലെ ആക്ഷൻ. ഞാൻ വേഗം മുടിയൊക്കെ വാരി കട്ടിക്കാൻ പോവാട്ടോ. നമ്മളുടെ ഒരു രാത്രി എന്ന് പറയുന്നത് ഇത് വെറും സാമ്പിളാണ്, കുറേ ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഞാനപ്പോൾ വേഗം മേലെ പോവാണ്. അവർ 2 പേരും ഏകദേശം ഉറങ്ങി. ഒരാൾ ശരിക്കും ഉറങ്ങി, ഒരാൾ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ റൂമിലേക്ക് ഈശ്വര കാശി ഉറങ്ങിയിട്ടുണ്ട് അവനേത് പ്രാർത്ഥിച്ചിട്ടാണ് അകത്തേക്ക് കയറുന്നത്. എന്തോ ഭാഗ്യവശാൽ കാശിയും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, നമ്മളുടെ ഒരു രാത്രി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഗായ്സ്. ഈ ഒരു രാത്രിയിലെ ദൈർഘ്യം ചില സമയങ്ങളിൽ ഭയങ്കര കൂടുതലുമായിരിക്കും. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഏട്ടനിപ്പോൾ പാറൂസിനെ അടിയിൽ നിന്ന് എടുക്കാൻ വേണ്ടി പോവാണ്. കാശിക്കുട്ടനെ ഏട്ടനെ ഉറക്കി. അയ്യോ, ലോട്ടറിയാണ് എനിക്ക് അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ അവനിങ്ങനെ ഫീഡ് ചെയ്ത് കുറേ നേരം പാല് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഉറങ്ങത്തുള്ളി. ഇതിപ്പോൾ സുഖമായി. ഇനിയിപ്പോൾ ഉറങ്ങേ വേണ്ടു. പാറു സോഫയിലാണ് കിടന്നിരുന്നത്. സോഫയിൽ കിടന്ന് ശൂശുള്ളി ഒന്നും പറയണ്ട. അപ്പോൾ ഇനി അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വന്നിട്ടാണ് ഒന്നുകൂടെ ഡ്രസ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് അവളെയും കൊണ്ട് സ്റ്റെപ്പ് കയറാൻ എനിക്ക് പറ്റില്ല. അതിന് പേട്ടൻ പോയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയണത് ഇപ്പോൾ കിച്ചണിലെ കുറേ കാര്യങ്ങളായിരിക്കും നമ്മൾ കാണിച്ചിട്ടുണ്ടാവുക. കിച്ചണിൻ്റെ അപ്പുറത്ത് നടക്കുന്ന യുദ്ധങ്ങൾ എൻ്റെ പൊന്നെ. ഞാൻ അത്രയും സമയം കിച്ചണിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 3 എണ്ണം ഭയങ്കര വാശിയായിരുന്നു. ഞാനിവിടെ കിച്ചണിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അമ്മ കാശിനെ പിടിച്ചിരിക്കുമായിരുന്നു. അയിനുവാണെങ്കിൽ കീത്തുൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായില്ല. അയ്യൂനാണെങ്കിൽ ഭയങ്കര വാശി. 3 പേർക്കും ഭയങ്കര വാശി. പാറു പാവം ഉറക്കം വന്ന് ക്ഷീണിച്ച് അവളൊന്നും എനിക്കൊന്ന് എടുത്തിരുത്തി കെയർ ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒക്കെ ഒരു മാതിരി
സംഭവങ്ങളായിരുന്നു. ഇപ്പുറത്തുണ്ടാകുമ്പോൾ നമുക്ക് അപ്പുറത്തൊരു ഭാഗം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ചേട്ടന്മാരാരും ഉണ്ടായില്ല. വെച്ചാൽ വീഡിയോ എടുക്കുന്നത് തന്നെ ഭയങ്കര ഒരു സംഭവമാണ്. ഞങ്ങൾ വീഡിയോ എടുത്ത് ചെയ്യുന്നത് തന്നെ വെച്ചാൽ എല്ലാത്തിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോയും കൂടെ പ്ലേ ചെയ്യാൻ അത് ഇച്ചിരി പണിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രാത്രി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കിടന്നുറങ്ങട്ടെ പിള്ളേരെ, നാളെ രാവിലെ എണീറ്റിട്ട് വീണ്ടും 1 എന്ന് പറഞ്ഞ് തുടങ്ങേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.